ടീച്ചർ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ്. കാരണം 980 കഴിഞ്ഞ് ഇങ്ങോട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി, എത്രയോ നിയമസഭകൾ രൂപപ്പെട്ടു, സർക്കാരുകൾ മാറി മാറി വന്നു. പക്ഷേ ഗുരുവായൂർ എന്നത് കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന്, ഭാരതത്തിന് പുറത്തുനിന്ന് പോലും തീർത്ഥാടകർ എത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഇടമാണ്, ക്ഷേത്ര ഭൂമിയാണ് ഗുരുവായൂർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, 2 പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പോലും ചില പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന് മാത്രമാകുകയാണ്. ആ സാമൂഹികമായ വിഷയം ചൂണ്ടിക്കാണിച്ച ബി ഗോപാലകൃഷ്ണനെ കടന്നാക്രമിക്കുവാനുള്ള ശ്രമം കേരളത്തിൽ 2 മുന്നണികളുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇവിടെ കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന മതേതരത്വത്തിന്റെ ജീർണിച്ച മുഖമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. കാരണം നിർത്തിയാൽ ആരെ ജയിപ്പിക്കണം അത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ. പക്ഷേ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഒരു ക്ഷേത്ര നഗരിയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 മുന്നണികൾക്ക് അവർക്കൊരു സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ഒരു ക്ഷേത്ര നഗരിയിൽ എപ്പോഴെങ്കിലും നമുക്കറിയാം, അവിടെ ഈ ചാവക്കാട് മണ്ഡലത്തില് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ മുന്നണികളിൽ നിൽക്കുന്നവർ ഹിന്ദുക്കൾ ആരും മിടുക്കരായ പ്രവർത്തകരല്ലേ. ആ മണ്ഡലത്തിൽ നിർത്താത്തക്ക പ്രവർത്തകർ കേരളത്തിന്റെ ഇതര ഭാഗങ്ങളൊന്നും കൊണ്ടുപോയില്ല. അവിടെ ദീർഘകാലമായിട്ട് ഇവർക്കൊക്കെ വേണ്ടി വെള്ളം കോരുകയും വെള്ളം കിട്ടുകയും ചെയ്യുന്ന ധാരാളം പ്രവർത്തകരുണ്ടെന്ന് മുന്നണിയിൽ. അപ്പൊ അവരെ ആരെപ്പോലും അതിൽ ഒരാളെ പോലും പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതാണെങ്കിലും ആ സ്ഥാനാർത്ഥി ഇന്നത് തന്നെ ആകണം, ഒരു പ്രത്യേക മതവിഭാഗമാകണം പിന്നെ 2 കൂട്ടരും വാശി പിടിക്കുമ്പോൾ അപ്പോ അങ്ങനത്തെ മതേതരത്വത്തിന്റെ ഇന്നത്തെ യഥാർത്ഥ മുഖം നമ്മളവിടെ കാണുന്നത്. ഇവിടെ പറഞ്ഞ ആളുകളെ വർഗീയവാദി എന്ന് പറഞ്ഞ് അത് പിന്നെ ഒരു പക്ഷേ ഒരു വലിയ ബഹളം കൂട്ടിയിട്ട് കള്ളൻ ആരാണോ പിടിക്കാൻ ചെല്ലുന്നത് അവരോടൊപ്പം തന്നെ കള്ളൻ എന്ന് ബഹളം വെച്ച് കൂട്ടുന്നത് പോലെ അത്തരത്തിൽ ബഹളം കൂട്ടിയിട്ട് അവർക്കൊരു അന്തരീക്ഷം മാറ്റിയെടുക്കാം. പക്ഷെ അതുകൊണ്ട് ചോദ്യമല്ലാതാകുന്നില്ല. നമുക്ക് നാട്ടിൽ പറയാറുണ്ടല്ലോ, ചോദ്യം ചോദിച്ച കുട്ടിയെ അടിച്ചിരുത്തിയാലും ചോദിച്ച ചോദ്യം ബാക്കിയുണ്ട് എന്നുള്ളത്. കുട്ടി ചോദിച്ച ചോദ്യം ക്ലാസ്സിൽ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബി ഗോപാലകൃഷ്ണൻജി ചോദിച്ച ചോദ്യം അവിടെ കൃത്യമാണ്. ഇത് കേവലം ഗുരുവായൂരിനെ സംബന്ധിച്ച് മാത്രമല്ല. ഞാൻ ഇതേ സമയത്ത് ഞാൻ കഴിഞ്ഞ പട്ടാമ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. പട്ടാമ്പി ലീലാദാമോദര മേനോനെ കോൺഗ്രസ് ജയിപ്പിച്ചതിന് ശേഷം നാളിതുവരെ പതിറ്റാണ്ടുകളായിട്ട് പട്ടാമ്പിയിൽ ഇവര് അത്തരത്തിലൊരു പരീക്ഷണം പോലും നടത്താൻ ഇതില്ല. ധാരാളം മത്സരങ്ങളുണ്ട്. പിന്നെ എന്ത് മതേതരത്വമാണ് ഇവര് പറയുന്നത്? രാഷ്ട്രീയം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞില്ല. ജയിച്ച് നമ്മുടെ MLA കാര്യമല്ല പറഞ്ഞു, നമ്മുടെ മതം വിഷയമാണ്. മറിച്ച് എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ എത്തരത്തിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിനാണ് ഇവിടുത്തെ മതേതരത്വം ഉത്തരം പറയുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായ വർഷം ഓർമ്മയില്ല, കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ കരുണാകരനുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അന്ന് കരുണാകരൻ അടക്കം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർ ഹിന്ദു ആയിരിക്കണം. അതിന് കാരണം ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ചില ചുമതലകൾ വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടർ എപ്പോഴും ഹിന്ദു ആയിരിക്കണം എന്ന് അന്ന് കോൺഗ്രസിന്റെ കെ കരുണാകരൻ ഒരു മടിയും കൂടെ, MLA കാര്യമല്ല പറഞ്ഞത്, ഒരു കളക്ടറെ നിയമിക്കുമ്പോൾ, കാരണം അത് ആചാരപരമായ കാര്യത്തിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് അവിടെ ഒരു ഹിന്ദു ആയിരിക്കണം അവിടുത്തെ കളക്ടർ എന്ന് പറഞ്ഞ രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഇപ്പൊ അത് മറന്നുകൊണ്ട് ഗുരുവായൂർ കൂടെ ഒരു ക്ഷേത്ര നഗരിയില്ല, ഗുരുവായൂർ ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റിനെ വരെ തെരഞ്ഞെടുക്കാൻ, ദേവസ്വം മെമ്പർമാരെ വരെ തെരഞ്ഞെടുക്കാൻ ഹിന്ദു MLA-മാർക്കാണ് അധികാരം. അപ്പൊ ആ ക്ഷേത്ര നഗരിയിൽ ഒരു MLA-ക്ക് പതിറ്റാണ്ടുകളായിട്ട് ആ ദൗത്യത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ പോലും എന്താണ് ഗുരുവായൂരത്തെ വിഷയം എന്നത് അകത്ത് കയറി നോക്കാൻ കഴിയാത്ത, ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു MLA അങ്ങനെ 1, 2, 3, 4 ഊഴി പോട്ടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ ദേവാലയങ്ങളൊക്കെ ഉണ്ട്, മുസ്ലിം ദേവാലയങ്ങൾ, അതുകൊണ്ട് ഹിന്ദു മാത്രമാകണം നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടായിട്ട് ഹിന്ദുവിനെ പരീക്ഷിച്ചില്ല ഈ ചോദ്യത്തിന് ഈ വാഴ്ചാരി, ഈ ബഹളവും ഈ കേസും ഇതൊന്നും മറുപടിയല്ല എന്നാണ് പറയുന്നത്. കാരണം മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞവർക്കെതിരെ കേസെടുത്തില്ല. വളരെ കൃത്യമായിട്ട് മതമാണ് പ്രശ്നം എന്നുണ്ട്. അയ്യപ്പനെ ശബ്ദിച്ച് എതിർ ചോദിച്ചാൽ ആ വിവരദോഷിക്കെതിരെ പോലും കേസെടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യം പറഞ്ഞവർക്കെതിരെ കേസെടുക്കുമെങ്കിൽ അതിന്റെ പേരിൽ ഇനി ഗോപാലകൃഷ്ണൻജി ജയിലിലടച്ചാലും ഈ ചോദ്യം ബാക്കിയുണ്ടാവും. ഗോപാലകൃഷ്ണൻ ഈ ബഹളത്തെ ഒന്നും ഭയക്കില്ല എന്നാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.